രാമിട്ട ചേച്ചിയുടെ ഭർത്താവ് വന്നു. ആനക്കാട് പപ്പൻ. ഞാൻ ആനക്കാട്ട് പപ്പൻ, ദുർഗയുടെ ഭർത്താവ്. കുറെ നാളായി ഞാൻ കറക്കത്തിലായിരുന്നു. രാമൻകുട്ടി, നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങളെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ഈ പുത്തൂരം തറവാട്ടിലെ കാരണവർ, അതായത് നമ്മുടെ അമ്മായച്ചൻ, പുള്ളിക്കാരന്റെ പിടിവാശിയായിരുന്നു ഇതിനൊക്കെ കാരണം. കുറെ കറങ്ങി അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, സിംഗപ്പൂർ, ബർമ്മ അടുത്തു. ഇപ്പോൾ എനിക്ക് തോന്നി ഇവളെ ഒന്ന് കാണണമെന്ന്. വന്നു, കണ്ടു. പക്ഷെ എന്റെ എല്ലാ പ്രതീക്ഷകളും ഇവള് തെറ്റിച്ചിരിക്കുക. ഇനി എന്നെ എങ്ങോട്ടും വിടില്ലെന്ന് ഇവള് പറയുന്നേ. അല്ലേടി, ഇവള് പറഞ്ഞത് ശരിയാ. ഞാനും വിചാരിച്ചു കുറെ നാൾ ഇവിടെ കൂടിക്കളയാവും. എന്താ രാമൻകുട്ടി, അതല്ലേ അതിന്റെ ഒരു ശരി? നിന്റെ കോൺട്രാക്ട് പണിയൊക്കെ പൊളിഞ്ഞു അല്ലേ? സാരമില്ല, ഇനി ഞാനിവിടെ ഇല്ലേ, എല്ലാത്തിനും വഴി ഉണ്ടാക്കാവുന്നേ. എന്താ? ഞാൻ ചെയ്യാമി. അറിയാം, രാമൻകുട്ടിയുടെ എർത്ത് അല്ലേ? യാമി, നീ എന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചെന്ന് കേട്ടു. അന്വേഷിച്ചു. നമുക്കൊന്ന് വിശദമായിട്ട് കാണണം. വിശദമായിട്ട് കാണാം. ഉണ്ണി, ചക്കരക്കുട്ടൻ, ഞാനിവിടുന്ന് പോകുമ്പോ നീ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ പട്ടിക്കുട്ടിയുടെ അത്രയും. അളിയന്റെ ചെല്ലക്കുട്ടി. രാമൻകുട്ടി, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നമുക്കൊന്ന് തുറന്ന് സംസാരിക്കണം. ആവോ മേരി പ്യാരി പത്നി, അയ്യേ ഹം തും ഏക കമര മേ ബന്ദ്. മുതലാളി, മരിച്ചു പോയെന്ന് പറഞ്ഞ പപ്പൻ ഇയാള് തന്നെ അല്ല. അവൻ ആനക്കാട് പപ്പനല്ല. ആനക്കാട് പപ്പൻ മരിച്ചിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു. ആന എപ്പോഴാ ചരിഞ്ഞത്? അത് പറയണമെങ്കിൽ ഒരുപാട് പറയണം. അത് കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. അപ്പൊ പിന്നെ ഈ വീട്ടിൽ അണ്ടർവെയറും ബനിയനും ഇട്ട് തെക്ക് വടക്ക് കിടക്കുന്ന ആ പരാന്നജീവി ആരാണ്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. പേടിക്കണ്ട, അക്കാര്യം എനിക്ക് വിട്ടേരെ. ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് എപ്പോഴും ഒരു ത്രില്ലാണ്. എനിക്ക് മനസ്സിലറിഞ്ഞിട്ട് ചോദിക്കാം, താൻ ഏത് ആനയുടെ പാപ്പാനാ? പാപ്പാനല്ലടാ, പപ്പൻ, ആനക്കാട്ട് പപ്പൻ. ഫ്രാഡാണല്ലേ? ഞങ്ങൾ പുത്തൂരം വീട്ടുകാരെ തനിക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ തല്ലിക്കൊന്ന് കൊക്കയിലെറിയും. അതിന് പ്രസിദ്ധി പറ്റവരാ പുത്തൂരം വീട്ടുകാര്. അറിയാമോ തനിക്ക്? തന്നോടാ ചാലക്കുടി മൂസാഹാജാരുടെ ഭാര്യയുടെ 25 പവൻ സ്വർണം അടിച്ചു മാറ്റി. എറണാകുളത്ത് ജൂവലറി ഉടമസ്ഥന്റെ കാറ് മോട്ടിച്ചു. പാലക്കാട് ചെട്ടിയാരുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോയി. ഇതിനെല്ലാം പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ആ നിമിഷം നീ അകത്താ. പറയടാ, ഞാൻ ആരാ? പാപ്പാൻ അല്ല, പപ്പൻ, എന്റെ പപ്പേട്ടൻ. ഉസ്താദോങ്ക ഉസ്താദും എന്തൊരു ശക്തി! കിഷോർ കുമാർ, ഇതാര്? രാമൻകുട്ടിയോ? എടാ, രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ നേരം എന്നെ പോലെ ഓടണം. ഈ 50-ാം വയസ്സിലും എന്നെ ചുരുളുക്കുന്ന രഹസ്യം ഈ ഓട്ടമല്ലേ? മുടങ്ങാതെ 30 ദിവസം ഓടിയാൽ ഈ തടി നേരെയായി കിട്ടും. തടി കേടാകാതെ നോക്കണമെങ്കിലേ സത്യം പറ, എന്താ ഉദ്ദേശം? ഉദ്ദേശം നിന്നെ പോലെ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ. അതിനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. നീ ഇളയവളുടെ ഭർത്താവ്, ഞാൻ മൂത്തവളുടെ ഭർത്താവ്. മൂത്തവടെ ഭർത്താവ്? ഡോ, ഇവിടെ കയറി പോക്കത്തിനെ കാണിക്കാന്ന് വിചാരിച്ചാലേ ഞാൻ വെറുതെ വിടില്ല. നിന്റെ ആത്മാർത്ഥത കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുക രാമൻകുട്ടി. എടാ, നിന്റെ അച്ഛൻ മാണിക്യമംഗലത്ത് മാധവൻ നായരോട് ഈ പുത്തൂരം വീട്ടുകാർ കാണിച്ച ദ്രോഹങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് നീ മറന്നുപോയോ? ഒന്നും മറന്നിട്ടല്ല. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ തീർക്കാൻ ഈ രാമൻകുട്ടിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ തന്റെ ഈ കള്ളക്കളി ഞാൻ പോയി. കൈവിട്. എടാ, ഇപ്പൊ ഈ നിമിഷം നിന്നെ വേണമെങ്കിൽ എനിക്ക് പുറത്താക്കാം. പിന്നെ നീ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും ദുർഗ വിശ്വസിക്കാൻ പോകുന്നില്ല. പോന്ന് പോടാപ്പാ. ഒന്നും പറയണല്ലോ ദുർഗ, ഇവൻ ഭയങ്കര തമാശക്കാരനാ. 50 കഴിഞ്ഞ എന്നോട് ഇവൻ ബലം പ്രയോഗിക്കാൻ വരുന്നു. എന്റെ പൊന്നുകുട്ട, നീ എത്ര ബലം പിടിച്ചാലും ജയിക്കാൻ പോകുന്നത് ഈ ആനക്കാട് അപ്പം തന്നെയായിരിക്കും. ബീബി
മസ്താന. ചെയ്യാമേ. എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിൽ ഒരു മരുമകനാകുക അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധി പ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്ന്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച എന്തോ? ഞാൻ ചന്തുവാണ്. ചന്തു. ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരകഥയിലെ MT-യുടെ ചന്തു. പത്മിനി. ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തതിന്റെ നടുവൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉല്ലൂക്കപ്പട്ട. ഓ, അവന്റെ മുടിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാണവൻ. കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. ഓ, എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും. അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്കൽ സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ. പിന്നെ ഇത്രയും കാലായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത് അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചതറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല. അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ? സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയാം, അമ്മയ്ക്കും മകനും. സമ്മതം മുളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പുരട്ടാൻ രാസാദിപ്പൊടിയിട്ട് കാച്ചിയ കുറച്ച് എണ്ണയെ എടുത്തു വെക്കേ. ആ, സംച്ച ബഹൻ ആ. കാവോ. ഓ, അവന്റെ ഒരു ഉല്ലൂക്ക. എല്ലാം ഞാൻ കേട്ടു. തന്തയില്ലാത്ത എനിക്ക് സ്വന്തം തന്തയെ പോലാണ് പപ്പേട്ടൻ. എന്നോട് ദയവുണ്ടാകണം. പപ്പേട്ടനൂടെ ഞാനുണ്ട്. നമുക്കിവിടെ ഒരു കലക്ക് കലക്കണം. കിട്ടുന്നത് 50-50. ഉറപ്പിക്കേ. എല്ലാം അടിച്ചു മാറ്റി ഇവിടെ കുളം കോരി നമുക്കൊരു വള്ളം കളി നടത്തണം. കുട്ടനാടൻ പഞ്ചായത്തില്ലേ കൊച്ചു. നിർത്തി. നടന്നോ ധൈര്യമായി നടന്നോ. പപ്പേട്ടനോട് ഞാനുണ്ട് സദാശിവൻ. ഞാനിപ്പോ പുത്തൂരം വീട്ടുകാരനല്ല, ആനക്കാട്ട് സദാശിവൻ. ആരുണ്ടടാ ആനക്കാട്ടുകാരോട് വിരടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വാടാ. ഏത് മാണിക്യമംഗലത്തെ രാമൻകുട്ടി ഞങ്ങൾക്ക് പുല്ലാടാ, പുല്ല്. ചുണകൾ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആനക്കാട്ടവരോട് ഏറ്റുമുട്ടാൻ ഇനിയൊരു രംഗത്തിന് ബാല്യമുണ്ട്. ഞങ്ങൾ തയ്യാർ. വരണ്ടല്ലേ? ഒരു സ്റ്റൈലിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടിച്ചേച്ച് വരട്ടെ. വേണ്ടടാ. വേണ്ടല്ലേ? സമയമുണ്ട്. അതെയോ, പോയിട്ട് വരട്ടെ. മുതലാളി, ഇനി ഇവൻ ഇവിടെ വെച്ചുറപ്പിച്ച ശരിയാവില്ല. ഇത് നിന്റെ അവസാനത്തെ ഉറക്കമാണടി. ഞാൻ പറയുന്നു കേക്ക്. ഒന്നും പറയണ്ട. ഭർത്താവ് അന്തി ഉറങ്ങുന്ന നിനക്കെന്താ കാര്യം? ചേച്ചി ചേച്ചി കൊല്ലാൻ വന്നോ? ചേച്ചി പറഞ്ഞത് എന്താ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭ്രാന്ത്, എന്നോടുള്ള അസൂയ.
ചേച്ചിയോടെല്ലാം നമുക്ക് ഒന്നുകൂടെ തുറന്നു പറഞ്ഞാലോ? നമ്മൾ എന്ത് പറഞ്ഞാലും ചേച്ചി അത് വിശ്വസിക്കില്ല. എനിക്കതല്ല സംശയം. ആരായിരിക്കും അയാളോട് കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്ന. അതേടാ, ഞാനാ കൊണ്ടുവന്ന. നീ ഇവിടെ കിടന്ന് ഇത്രയും കാലം വലസിയില്ലേ? നോക്കിക്കോ, ഞാനും പപ്പേട്ടനും കൂടി നിന്നെയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കും. പെട്ടി ശരിയാക്കി വെച്ചോ, നാട്ടിലേക്ക് പോവാൻ. വരട്ടരുത്, ഇതൊന്നും കേട്ട് വിരളുന്നവനല്ല സദാശിവൻ. പപ്പേട്ടാ, രാവിലെ എങ്കോട്ടാ? ദുർഗയ്ക്ക് വലിയ നിർബന്ധം. ഓ, ഇന്നു മുതൽ ഫാക്ടറി കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തണം. ബിസിനസ് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് അവക്ക് കുടുംബകാര്യങ്ങൾ നോക്കി ഇവിടെ കഴിഞ്ഞാൽ മതി. ഓ, കുടുംബിനി അത് ബഹുപ്പച്ച. അപ്പൊ ഇന്ന് മുതൽ ഇവിടുത്തെ മുതലാളി പപ്പേട്ടനാണ്. ഞാൻ സെക്രട്ടറി. ബോസ് പ്ലീസ് കം. സെക്രട്ടറി, യെസ്. ഇയാളെ നമുക്ക് മൂന്നാർ ടി എസ്റ്റേറ്റിലേക്ക് കടത്തി കളയാം. അത് വേണ്ട ബോസ്, മാട്ടുപ്പെട്ടിയിലെ ക്ഷീരോത്പാദന കേന്ദ്രത്തിലേക്ക് അയക്കാം. അതെന്തിനാ? ചാണാൻ ഭാര്യ അവിടെ കിടന്നോളൂ. ദുർഗെ, ആറാം കരോ. ശുക്രിയ. സെക്രട്ടറി, Yes. പീछे चलो. ചലോ. ഷിയാമി, ഇനി ഇവന്റെ ഓരോ ചലനങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ണി, വണ്ടി നിർത്തടാ. ദേ കാറ്. ആനക്കാടൻ ഇവിടെ ഉണ്ടാ. ഇറങ്ങ. ഈ കാർ ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ശരിയാണ്, നമുക്കല്പം മാറി നിന്ന് വാച്ച് ചെയ്യാം. വാ. ഇതെന്താണത്? ഇത് ക്യാമറ. എന്തിന്? ആനക്കാട് പപ്പന്റെ ഓരോ നീക്കങ്ങളും ഫ്രെയിം ടു ഫ്രെയിം ഒപ്പിയെടുക്കാൻ. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് വാഷ് ചെയ്ത് പ്രിന്റ് അടിപ്പിക്കും. എന്നിട്ട് പുഴുങ്ങി തിന്നും. ഏ മണ്ട, ചിയാമ്മയുടെ CID ബുദ്ധിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? CID ആദ്യം സിപ്പ് ഇട്ടു. ഇവിടുത്തെ CID അല്ലേ, തല്ലതാൻ പിടിച്ചാ മതി. ആനക്കാട് പപ്പൻ നിന്റെ ഒരു ക്യാമറയും നിന്റെ ഒരു കടം വാങ്ങിച്ച ക്യാമറയാണ്, ഞാൻ എന്ത് ചെയ്യും? ഈശ്വര, ക്യാമറയുടെ ഓണറോട് ഞാൻ എന്ത് പറയും? കിട്ടും, നിന്റെ കയ്യിലിരിപ്പതല്ലേ? അതല്ല, എവിടൻസ് കിട്ടി? ആഹാ, അവിടുന്ന് കിട്ടിയോ? എടാ, ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള തെളിവെനിക്ക് കിട്ടി. പണ്ടയാള് പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ ഇടത്തെ തൊഴിൽ വെടികൊണ്ടൊരു പാടുണ്ടത്രേ. അതവിടെ കിടന്നോട്ടെ. അതവിടെ കിടന്നാൽ നമ്മൾ ഇവിടുന്ന് കിടക്കേണ്ടി വരും. എടാ മണ്ട, ആ വെടിപ്പാട് കണ്ടുപിടിച്ചാൽ അയാൾ ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിച്ചൂടെ? എന്താണ് വെടികൊണ്ട പന്നിയപ്പോൾ ഓട്ടം? വെടികൊണ്ട പന്നിയല്ല, പിന്നെ വെടികൊണ്ട പാട്. വെടികൊണ്ട പാടോ? അത് ഈ വെടികൊണ്ട് ഒരുപാട് പേര് കാർഗിൽ മരിച്ചു വീണു എന്ന് പറയായിരുന്നു അല്ലേ? നിനക്കും വെടികൊണ്ടോ? ഏയ്, പിന്നെന്താ കാലിന്? അത് ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോണ്ടല്ലോ, അതപ്പോ തുടങ്ങി. അപ്പൊ ഈ കാലുപ്പൂറ്റിയുടെ ഈ മെഡലയുടെ ബ്ലാങ്കറ്റ് ഇല്ലേ, അതിന്റെ ബ്ലാങ്കട്ടയുടെ മിഡില് February 30 എന്റെ കൾട്ടിവേഷൻ ഒടിഞ്ഞ് എന്റെ നോട്ടിഫിക്കേഷൻ പോയി. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. ചലോ 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 എന്ന് പറഞ്ഞിട്ട് ഇയാളെന്നെ നടക്കുക. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവും. ഈ വീട്ടിലാർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഗാർഡനൊക്കെ വെറും പൂന്തോട്ടമാക്കി കളഞ്ഞു. ഇടയ്ക്കൊരു വാഴ. വല്ലാത്ത പ്രാണിശല്യം. പട്ടാപകല് തുണി പൊക്കണം. ഇവന്നെ ഞാനിപ്പോ ശരിയാക്കി തരണം. അയ്യോ മൂർച്ച പോരാ. തോട്ടവക്തർ